ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. SITയുടെ ഈഞ്ചക്കലിലെ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണന് വേണ്ടി 2019 ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി രേഖകളിൽ ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അനന്ത സുബ്രഹ്മണ്യമാണ് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കർണാടകയിലും ഹൈദരാബാദിലും എത്തിച്ച് നാഗേഷിന് കൈമാറിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രജിത്തുണ്ട് വിശദാംശങ്ങളുമായി. രജിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ സമാനമായി ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയാം എന്നുള്ള ഒരാളാണ് അനന്ത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണല്ലേ ചോദ്യം ചെയ്യുന്നത്? തീർച്ചയായും അനന്ത സുബ്രഹ്മണ്യത്തോട് രാവിലെ 9 മണിക്ക് SITയുടെ പ്രത്യേക ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അത് പ്രകാരം 9 മണി മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതാണ്. നമുക്കറിയാം 2019 7 മാസം 19, 20 തീയതികളിലായാണ് ഈ സ്വർണ്ണ പാളികൾ ശബരിമലയിൽ നിന്നും ഏറ്റുവാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നത്. അത് ഒന്ന് അനന്ത സുബ്രഹ്മണ്യമാണ്. 19-ാം തീയതി കുറച്ച് പാളികൾ ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. അതിനുശേഷം 20-ാം തീയതി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് രമേശ് എന്ന് പറയുന്ന ആളാണ്. ഈ രണ്ടുപേർ ചേർന്നാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ താഴെ ട്രാക്ടറിൽ പമ്പയിൽ എത്തിക്കുകയും പമ്പയിൽ നിന്നും ആദ്യം കർണാടകത്തിലും പിന്നീട് ഹൈദരാബാദിൽ, ആദ്യം ബാംഗ്ലൂരിലും പിന്നീട് ഹൈദരാബാദിലേക്കും ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചു നൽകിയത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അനന്ത സുബ്രഹ്മണ്യത്തെ കൂടി ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. നിലവിൽ ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണ്ണപ്പാളികൾ വാങ്ങിയത് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ആരായുന്നത്. ഒപ്പം തന്നെ ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി, എങ്ങനെയാണ് ഇതിന്റെ സ്വർണം മാറ്റി നിലവിൽ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചിട്ടുള്ളത് ചെമ്പുപാളികളാണ് എന്നാണ് സ്മാർട്ട് ക്രിയേഷന്റെ CEO തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് എവിടെ വെച്ചാണ് ഇവ മാറ്റിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചാണ് ഇനി വ്യക്തമാകേണ്ടത്. അത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇവർ ഇവിടെ നിന്നും രണ്ടുപേർ, രമേശും അനന്ത സുബ്രഹ്മണ്യവും ചേർന്നുകൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ ആദ്യം കർണാടകത്തിലും പിന്നെ ഹൈദരാബാദിലും എത്തിക്കുകയും പിന്നെ നാഗേഷിന് കൈമാറുകയുമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ നാഗേഷാണ് ഇത് സ്വർണം മാറ്റിയതിനു ശേഷം ചെമ്പുപാളികളാക്കി പിന്നീട് ഇത് കൈമാറുകയും ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ അറിയുന്നത്. എന്നാൽ അനന്ത സുബ്രഹ്മണ്യത്തിനൊപ്പം രമേശ് എന്ന് പറയുന്ന ആൾ കൂടിയുണ്ട്. രമേശിനെ കൂടി ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തെ മാത്രമാണ് SIT സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി ഇയാളുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. കാരണം നാളെയാണ് ഒരാഴ്ച അന്വേഷണം ആരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോൾ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി വ്യക്തമാക്കേണ്ടത്. അന്വേഷണ പുരോഗതി വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് നാളെ സമർപ്പിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ അനന്ത സുബ്രഹ്മണ്യത്തെ കൂടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്.